ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ആമുഖമായ ഒരു കാര്യം. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നിലപാട് മരാമത്ത് വകുപ്പ് അവസാനിപ്പിക്കണം. ഒരു മാധ്യമം എന്നാൽ ജനങ്ങളുടെ നാവാണെന്ന ഉത്തമ ബോധ്യത്തിലാണ് ഇക്കാര്യം വിളിച്ചു പറയുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി പാത അടച്ചിരുന്നതുമായി ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്റെ അറിയിപ്പ് വിശ്വസിച്ച ഒരു പ്രദേശത്തെ ജനങ്ങളാകെ വിഡ്ഢികളാക്കപ്പെട്ടിരിക്കുകയാണ്. പലർക്കും പണിക്ക് പോകാൻ കഴിഞ്ഞില്ല. കുട്ടികളുടെ സ്കൂൾ മുടങ്ങി. ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും ജനനായകന്മാർക്കുമെല്ലാം സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടാകാം. അത് ജനങ്ങളുടെ ചെകിടത്തടിച്ചുകൊണ്ടാകരുത്. ഓർമ്മപ്പെടുത്തലാണ്, ഓർത്താൽ നല്ലത്. ഒരു പ്രദേശത്തെ പ്രധാന പാത അടച്ചിടുന്നുണ്ടെന്ന വാർത്ത അറിയിപ്പായി മുൻകൂട്ടി നൽകുകയും ആ വാർത്ത വിശ്വസിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വിഡ്ഢികളാവുകയും ചെയ്ത സാഹചര്യം ഇന്ന് പട്ടാമ്പി മേഖലയിൽ, വാടാനംകുറിശി മേഖലയിലൊക്കെ ഉണ്ടായി. നിരവധി പേരാണ് ഈ അറിയിപ്പ് വിശ്വസിച്ച് വിഡ്ഢികളായത്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന അറിയിപ്പ് തുടർന്നുമുണ്ടായാൽ ഒരുപക്ഷെ ഇത്തരം അറിയിപ്പുകൾക്കൊന്നും തന്നെ വിശ്വാസ്യതയില്ലാത്ത സാഹചര്യമുണ്ടാകും. ഒരു ഉദ്യോഗസ്ഥന് കസേരയിലിരുന്ന്, ശീതീകരിച്ച മുറിയിലിരുന്ന് എന്തും വിളിച്ചു പറയാം. പാവപ്പെട്ട ജനങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന, പാവപ്പെട്ട ജനങ്ങൾക്ക് തിരിച്ചടിയാകുന്ന രീതിയിലുള്ള ഇത്തരം അറിയിപ്പുകൾ നൽകുന്നത് ഉദ്യോഗസ്ഥർ അവസാനിപ്പിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. നെന്മാറ ഇരട്ടക്കൊലപാതകം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ചെന്താമരയെ പോലീസ് പോത്തുണ്ടി ബോയൻ കോളനിയിൽ എത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പ് വൻ പോലീസ് സന്നാഹത്തോടെ. അർഹരായവർക്കെല്ലാം ഭക്ഷ്യധാന്യം ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി GR അനിൽ. കൃത്യമായ അളവിലും തൂക്കത്തിലും റേഷൻ വിതരണം ചെയ്യുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. പറമ്പിക്കുളം ഗോത്രവർഗ മേഖലയിൽ ഇനി സഞ്ചരിക്കുന്ന റേഷൻ കടയെത്തും. തൃശൂരിലെ കോൺഗ്രസ് തോൽവിയുമായി ബന്ധപ്പെട്ട KPCC റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ അനാവശ്യ വിവാദമുണ്ടാക്കുന്നു. KPCC റിപ്പോർട്ട് എന്തെന്നറിയാൻ ജനങ്ങൾക്ക് താൽപര്യമുണ്ടെന്നും സുനിൽകുമാർ. കുറ്റാന്വേഷണ മികവുമായി ഷൊർണൂർ റെയിൽവേ പോലീസ്. ട്രെയിനിൽ വെച്ച് തമിഴ്നാട് സ്വദേശിയുടെ മൊബൈൽ ഫോൺ കവർന്ന ഒഡീഷ സ്വദേശി മണിക്കൂറുകൾക്കകം പിടിയിൽ. കഴിഞ്ഞ 3 വർഷത്തിനിടെ 95% കേസുകളിൽ തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞത് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ നേട്ടം. ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണം അവസാന ഘട്ടത്തിലേക്ക്. സ്റ്റാൻഡിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണവും പുരോഗമിക്കുന്നു. ഓങ്ങല്ലൂർ മഞ്ഞളങ്ങൽ കീഴായൂർ ലവ്ലി കോർണർ പാതയ്ക്ക് ശാപമോക്ഷം. 1.5 കോടിയുടെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് BC ടാറിംഗ് തുടങ്ങി. വാർത്തകൾ വിശദമായി. നെന്മാറ ഇരട്ട കൊലപാതകം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ചെന്താമരയെ പോലീസ് പോത്തുണ്ടി ബോയൻ കോളനിയിൽ എത്തിച്ച് തെളിവെടുത്തു. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു തെളിവെടുപ്പ്. 3 ദിവസമാണ് കസ്റ്റഡി കാലാവധി. പോത്തുണ്ടി ബോയൻ കോളനിയിൽ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കഴിഞ്ഞ 27-നാണ് ചെന്താമര കൊലപ്പെടുത്തിയത്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30-ഓടെ പോത്തുണ്ടി ബോയൻ കോളനിയിൽ പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് ചെന്താമരയ്ക്കൊപ്പം ഉള്ളത്. ചെന്താമര ചെയ്ത കാര്യങ്ങൾ പോലീസിന് ഭാവവ്യത്യാസം ഒട്ടുമില്ലാതെ വിവരിച്ചു നൽകി. പ്രതിയെ കാണുന്നതിനും മറ്റുമായി വലിയ രീതിയിൽ നാട്ടുകാർ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു. ചെന്താമരയുടെ വീട്ടിലാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. 11 CIമാരും 3 DYSPമാരുമടക്കം 373 പേരടങ്ങുന്ന വൻ പോലീസ് സന്നാഹമാണ് തെളിവെടുപ്പിന് നേതൃത്വം നൽകുന്നത്. ബോയൻ കോളനി, കൃത്യം നടന്ന സ്ഥലം, പ്രതിയുടെ വീട്, ഒളിവു കേന്ദ്രം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും തെളിവെടുപ്പ്. കൃത്യം പുനരാവിഷ്കരിച്ചും പോലീസ് തെളിവ് ശേഖരിക്കുന്നുണ്ട്. ചെന്താമര ഭാര്യയുമായി വേർപിരിയാനിടയായത് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയുടെ ഇടപെടൽ മൂലമാണെന്ന് വിശ്വസിച്ച ചെന്താമര 2019-ൽ സജിതയെ കൊലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ്
സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കഴിഞ്ഞ 27-ന് കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം പോത്തുണ്ടി വനാന്തരത്തിൽ ഒളിച്ച പ്രതിയെ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് പിടികൂടിയത്. ആലത്തൂർ മുൻസിഫ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ആലത്തൂർ ജയിലിലേക്കും സുരക്ഷാ കാരണങ്ങളാൽ പിന്നീട് വിയ്യൂർ ജയിലിലേക്കും മാറ്റി. ഒരു പോലീസുകാരനെയും പരിസരവാസിയായ ഒരു സ്ത്രീയെയും ഉൾപ്പെടെ 5 പേരെ കൂടി കൊലപ്പെടുത്താൻ ചെന്താമര ലക്ഷ്യം വെച്ചിരുന്നു. പരമാവധി ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം പ്രതിയെ പിടികൂടിയതറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ പ്രദേശവാസികൾക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധം കനക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അർഹരായ എല്ലാവർക്കും ഭക്ഷ്യധാന്യം ലഭ്യമാക്കുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി GR അനിൽ. കൃത്യമായ അളവിലും തൂക്കത്തിലുമാണ് റേഷൻ ലഭിക്കുന്നത് എന്ന കാര്യം സർക്കാർ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പറമ്പിക്കുളം ഗോത്രവർഗ മേഖലയിൽ റേഷൻ ഭക്ഷ്യധാന്യം നേരിട്ടെത്തിക്കാനായി ആരംഭിച്ച സഞ്ചരിക്കുന്ന റേഷൻ കട ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു GR അനിൽ. ഒരാൾക്കും ഭക്ഷ്യധാന്യം ലഭിക്കാതിരിക്കരുത് എന്ന സമീപനമാണ് സർക്കാരിൻ്റേത്. അർഹതപ്പെട്ട കൈകളിൽ ഭക്ഷ്യധാന്യം എത്തിയെന്ന് ഉറപ്പാക്കും. ഇതിനായി സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നിരന്തര ശ്രമമാണ് നടന്നുവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 903 അതിദരിദ്രർക്ക് റേഷൻ കാർഡുകൾ നൽകാൻ കഴിഞ്ഞു. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ 9373 മുൻഗണനാ കാർഡുകൾ നൽകി. വിവിധ താലൂക്കുകളിലായി നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തുകളിൽ മുൻഗണനാ കാർഡുകളിലേക്ക് തരം മാറ്റാനായി ലഭിച്ച എല്ലാ അപേക്ഷകളിലും തീരുമാനമെടുത്തു. റേഷൻ കാർഡ് മസ്റ്ററിംഗ് പാലക്കാട് ജില്ലയിൽ 95.51% പൂർത്തീകരിച്ചതായും മന്ത്രി പറഞ്ഞു. സപ്ലൈസ് വകുപ്പിന്റെ അപേക്ഷയിൽ 143 അപേക്ഷയ്ക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയും. സംസ്ഥാനത്തൊട്ടാകെ ഏകദേശം 1 ലക്ഷത്തോളം മുൻഗണനാ കാർഡ് കൊടുക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. ഈ ജില്ലയിൽ 9772 മുൻഗണനാ കാർഡ് മാറ്റാനുള്ള അപേക്ഷകളിൽ മഹാഭൂരിപക്ഷം അപേക്ഷയും പരിഗണനാർഹമായിട്ടുള്ള അപേക്ഷകളായിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറായിരിക്കുകയാണ്. സംസ്ഥാനത്ത് 139ാമത്തെയും പാലക്കാട് ജില്ലയിലെ 3ാമത്തെയും സഞ്ചരിക്കുന്ന റേഷൻ കടയാണ് പറമ്പിക്കുളത്ത് പ്രവർത്തനം തുടങ്ങിയത്. പറമ്പിക്കുളം ടൈഗർ റിസർവിന് അകത്തുള്ള കുരിയാർകുറ്റിയിലെ 86 കുടുംബങ്ങൾക്കും പൂപ്പാറയിലെ 54 കുടുംബങ്ങൾക്കും പദ്ധതി ഗുണം ചെയ്യും. നിലവിൽ പറമ്പിക്കുളം സെൻട്രലാണ് റേഷൻ കട. കുരിയാർകുറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും പൂപ്പാറയിൽ നിന്ന് 15 കിലോമീറ്ററും സഞ്ചരിച്ചു വേണം റേഷൻ കടയിലെത്താൻ. കടയിലെത്തി റേഷൻ വാങ്ങാനുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി വനംവകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പറമ്പിക്കുളം എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ 2 വാഹനങ്ങൾ വനംവകുപ്പ് ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. പൂപ്പാറയിലേക്കും കുരിയാർകുറ്റിയിലേക്കും കൃത്യമായ അളവിലും തൂക്കത്തിലും റേഷൻ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥരുമുണ്ടാകും. മുൻകൂട്ടി തീയതി അറിയിച്ച ശേഷമാകും വാഹനത്തിൽ വിതരണത്തിനെത്തുക. പറമ്പിക്കുളം ടൈഗർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കെ ബാബു MLA അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ട്രെയിനിൽ ചാർജ് ചെയ്യാൻ വെച്ച തമിഴ്നാട് സ്വദേശിയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച ഒഡീഷ സ്വദേശി മണിക്കൂറുകൾക്കകം ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. നിലമ്പൂരിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒഡീഷ അലഡിഗമ സ്വദേശിയായ 39 വയസ്സുള്ള ധരണി ബെഹ്റയെയാണ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. രാജറാണി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇന്നലെ പുലർച്ചെയാണ് തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി പാറപ്പുറം മുഹമ്മദ് അജ്മൽ എന്ന യുവാവിന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടത്. 30,000-ഓളം രൂപ വിലയുള്ള ഫോണാണ് ചാർജ് വെച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒഡീഷ സ്വദേശിയായ ധരണി ബെഹ്റ മോഷ്ടിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 10:15 പ്രതി പിടിയിലായി. ഷൊർണൂർ റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. നിലമ്പൂരിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് പ്രതിയായ 39 വയസ്സുള്ള ധരണി ബെഹ്റ. 3/2/2025 തീയതി കാലത്ത് 3:15 വന്ന രാജറാണി വണ്ടിയിൽ, നിലമ്പൂർക്ക് വന്ന രാജറാണി വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്ന മുഹമ്മദ് അജ്മൽ എന്ന വ്യക്തിയുടെ ഒരു 22,000 രൂപ വിലയുള്ള മൊബൈൽ കളവ് പോയ സംഭവിച്ചു. ഇന്നലെ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇന്ന് കാലത്ത് അതിൻ്റെ പ്രതിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ധാരണി ബെഹ്റ എന്ന ഒഡീഷ സ്വദേശിയാണ്. അയാൾ നിലമ്പൂർ ഒരു CH മില്ലിൽ പണിക്കാരനാണ്. അപ്പോൾ അയാൾ കളവ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ഇവിടെ വന്ന് ഷൊർണൂരിൽ നിന്ന് ഈ മൊബൈൽ എടുത്തു പോയി. മൊബൈലും സംഭവമെല്ലാം നമ്മൾ റിക്കവറി നടത്തി. കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ
കുറ്റാന്വേഷണ രംഗത്ത് മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 2022 15 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 13 കേസിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു. 2023 21 കേസുകളിൽ 12 കേസുകളും തെളിയിച്ചു. 2024 10 കേസുകളിൽ 7 കേസുകളിൽ പ്രതികളെ പിടികൂടി. 2025 ഒരു മാസത്തിനിടെ ഇതുവരെ 3 കേസുകളാണ് പോലീസിന് മുന്നിലെത്തിയത്. ഇതിൽ 2 എണ്ണം തെളിയിക്കാൻ റെയിൽവേ പോലീസിന് കഴിഞ്ഞു. ഈ 2 കൊല്ലത്തിലാണ് ഏകദേശം 2022 ഇവിടെ നമ്മുടെ മൊത്തം പോലീസ് സ്റ്റേഷനിൽ 15 ഈ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ 15 കളവ് കേസുകളാണ് റിപ്പോർട്ടായിട്ടുള്ളത്. അതിൽ 13 കേസും നമുക്ക് ആളെ പിടിക്കാൻ പറ്റി. അതേസമയം 2023 വന്നപ്പോൾ 21 കേസ് റിപ്പോർട്ട് ചെയ്തതിൽ 12 കേസിലാണ് പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്. 2024 10 കേസുള്ളതിൽ 7 കേസിലും പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2025 ഇപ്പോൾ ഈ വർഷത്തിൽ മൊത്തം 3 കേസുണ്ടായതിൽ 2 കേസ് നമ്മൾ പ്രതിനെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂരിലെ കോൺഗ്രസ് തോൽവിയുമായി ബന്ധപ്പെട്ട് KPCC റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. ഇക്കാര്യത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെയാണെന്നും മുൻ മന്ത്രി കൂടിയായ VS സുനിൽകുമാർ പറഞ്ഞു. തൃശൂരിൽ 1ാം സ്ഥാനത്തെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കോൺഗ്രസ് എങ്ങനെ 3ാം സ്ഥാനത്തേക്ക് പോയെന്നറിയാൻ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് VS സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. മാധ്യമങ്ങൾക്കെതിരായ നിയമ നടപടിയോട് യോജിപ്പില്ല. അനാവശ്യ വിവാദങ്ങളുണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം UDFന് അസാധാരണ മുന്നേറ്റമുണ്ടായി. ശക്തനായ സ്ഥാനാർത്ഥിയുണ്ടായിട്ടും തൃശൂരിൽ മാത്രം എങ്ങനെ തിരിച്ചടിയുണ്ടായി? 18,000 വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികം കിട്ടി എന്നും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ 1ാം സ്ഥാനത്ത് നിന്ന് ജയിച്ച ഒരു മുന്നണി 3ാം സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് പോയി എന്നുള്ളതിന് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ആശങ്ക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾക്ക് ഒരു മുമ്പിൽ ചോദ്യം ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDFന് അസാധാരണമായ മുന്നേറ്റം ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാം. അതൊരു ട്രെൻഡാണ്. ആ ട്രെൻഡ് എന്തുകൊണ്ടാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം പ്രതിഫലിക്കാതിരുന്നതുകൊണ്ടാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ അത് പ്രതിഫലിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവർ ജയിക്കണം, അല്ലെങ്കിൽ അവർ ഗണ്യമായ വോട്ടോടു കൂടി 2ാം സ്ഥാനത്ത് വരേണ്ടതാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി. 3ാം സ്ഥാനത്ത് നിന്നിരുന്ന BJP 1ാം സ്ഥാനത്തേക്ക് വന്നു. LDFന് 2019 17,000 വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു. ഇത് സാമാന്യമായി നമ്മൾ പ്രഥമ ദൃഷ്ടിയെ കാണുന്നൊരു കാര്യമാണ്. ഈ വിഷയത്തെപ്പറ്റി നടത്തിയ അന്വേഷണത്തെ സംബന്ധിച്ച് കോൺഗ്രസിനെ പോലൊരു രാഷ്ട്രീയ പാർട്ടി ഗൗരവത്തോടുകൂടി അന്വേഷിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കാൻ ഇടയാക്കിയിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് അവർ ആ റിപ്പോർട്ട് ജനങ്ങളോട് പുറത്തുവിട്ട് പറയുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പുറത്തുവിടുന്നതാണ് ഉചിതം. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു അനാവശ്യമായ ചർച്ചയിലേക്ക് വഴിവെക്കാൻ ഇടയാക്കേണ്ടതായിരുന്നില്ല. കാരണം നമ്മൾ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് BJP പോലെയുള്ള ഒരു വർഗീയ ശക്തി വിജയിക്കാനിടയാക്കിയ സാഹചര്യത്തെ സംബന്ധിച്ച് ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ട്. റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ പരസ്യപ്പെടുത്തണം. BJP പോലുള്ള വർഗീയ പാർട്ടിയുടെ വിജയത്തിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ മഞ്ഞളങ്ങൽ കീഴായൂർ ലവ്ലി കോർണർ പാതയുടെ BC നിലവാരത്തിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ BC വർക്കാണ് നടക്കുന്നത്. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മഞ്ഞളങ്ങലിൽ നിന്ന് കീഴായൂർ ലവ്ലി കോർണറിലേക്കുള്ള പാത വർഷങ്ങളായി തകർച്ചയിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാത ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മുഖ്യമന്ത്രിയുടെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. തകർച്ചയിലായ പാത പൊളിച്ച ശേഷമാണ് നവീകരണം നടത്തുന്നത്. BM വർക്കുകൾ കഴിഞ്ഞതോടെ ഇപ്പോൾ BC ടാറിംഗ് പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. മുഹമ്മദ് മോഹസിൻ MLA പാത സന്ദർശിച്ച് പ്രവൃത്തികൾ വിലയിരുത്തി. ആവശ്യമായ സ്ഥലങ്ങളിൽ ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് MLA പറഞ്ഞു. വളരെ നല്ല രീതിയിൽ ലവ്ലി കോർണർ വരെയുള്ള നിർമ്മാണത്തിന്റെ BM ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ അത്യാവശ്യം ഡ്രൈനേജ് സൗകര്യങ്ങൾ, ഐറിഷ് ട്രെയിൻ അത്യാവശ്യം വേണ്ടിടത്തൊക്കെ തന്നെ ഉണ്ട്. ഇനി അത്യാവശ്യമുള്ള ചില സ്ഥലങ്ങളിൽ കൂടി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം വരുന്ന പാതയാണ് നവീകരിക്കുന്നത്.
പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് LSGD വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. പട്ടാമ്പി നഗരവുമായി ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബൈപ്പാസ് റോഡായും ഉപയോഗിക്കാം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. 1 മാസം മുമ്പാണ് ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണം ആരംഭിച്ചത്. യാർഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനൊപ്പം അഴുക്കുചാൽ നിർമ്മാണവും മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണവും നടക്കുന്നു. 80% പണികളും പൂർത്തിയായി കഴിഞ്ഞു. മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. നഗരസഭയുടെ 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ നിന്ന് 1 കോടി രൂപ വിനിയോഗിച്ചാണ് ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പൂർത്തിയാക്കുന്നത്. സ്റ്റാൻഡ് നവീകരണത്തെ തുടർന്ന് ബസ്സുകളെല്ലാം ഇപ്പോൾ റോഡിലാണ് നിർത്തിയിടുന്നത്. ഇത് നഗരത്തിൽ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. മഴക്കാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഷൊർണൂർ നഗരം കേന്ദ്രീകരിച്ച് 1600ഓളം വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടങ്ങളിൽ നിന്നുള്ള മലിനജലം പ്ലാന്റിലേക്ക് പൈപ്പ് മാർഗം എത്തിക്കാനാകുന്ന വിധത്തിലാണ് പുതിയ സംവിധാനം. പ്ലാന്റിൽ നിന്ന് ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മലിനജലം ടാങ്കറിൽ ശേഖരിച്ച് പ്ലാന്റിലെത്തിക്കും. 25 മിനിമം ലിക്വിഡ് ഡിസ്ചാർജ് ശേഷിയിലാണ് പ്ലാന്റിന്റെ നിർമ്മാണം. നഗരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ പൈപ്പ് വഴി എത്തിച്ച് റെയിൽവേ അനുവദിക്കുമെന്ന് അറിയിച്ചിരിക്കുന്ന 1 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ സംസ്കരിക്കാനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത്. എന്നാൽ ഇത് റെയിൽവേ റദ്ദാക്കിയതിനെ തുടർന്നാണ് നഗരസഭയുടെ സ്ഥലത്ത് പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനമായത്. ശുദ്ധീകരിക്കുന്ന വെള്ളം അഴുക്കുചാലിലൂടെ ഒഴുക്കിവിടും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് വികസന സെമിനാർ ചേർന്നു. മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു സെമിനാർ. അംഗീകാരങ്ങളും നേട്ടങ്ങളും ഗ്രാമപഞ്ചായത്തിനെ തേടി എത്തിയിട്ടുണ്ട്. ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു മിഷനാക്കി ഏറ്റെടുത്തിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ മുഖേന നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കുന്ന ഏറ്റവും ബൃഹത്തായ ഇന്ത്യ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള പദ്ധതിയാണ് ലൈഫ്. ആ ലൈഫ് പദ്ധതിയിൽ 300 വീടുകളാണ് ഈ ഓരോ പഞ്ചായത്തിൽ മാത്രം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നത്. ബാക്കിയുള്ള വീടുകൾ കൂടി ഈ മാസം പ്രഖ്യാപിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത്. ഭവനരഹിതരായിട്ടുള്ള ഒരു കേരളം സ്വപ്നം കാണുന്ന നമുക്ക് ആ സർക്കാരിന്റെ ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ട് വളരെ ജനകീയമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കരട് പദ്ധതി രേഖ ചടങ്ങിൽ MLA മുഹമ്മദ് മോഹസിൻ പ്രകാശനം ചെയ്തു. 2025-2026 വാർഷിക പദ്ധതിയിലെ കരട് പദ്ധതി രേഖയുമായി ബന്ധപ്പെട്ട അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിരുന്നു വികസന സെമിനാർ. ലൈഫ് ഭവന പദ്ധതി, ആരോഗ്യമേഖല, ഭിന്നശേഷി പുനരധിവാസം എന്നിവയ്ക്ക് ഇത്തവണ പദ്ധതി രേഖയിൽ വലിയ പരിഗണന നൽകിയിട്ടുണ്ട്. കാർഷിക മേഖല, വയോജനങ്ങൾക്കുള്ള സഹായം, ഗ്രാമീണ റോഡുകളുടെ നവീകരണം തുടങ്ങിയവയ്ക്കും വലിയ പരിഗണന നൽകുന്നു. അന്തിമ പദ്ധതി രേഖ ഉടൻ തയ്യാറാക്കും. സെമിനാറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ് പദ്ധതി അവതരിപ്പിച്ചു. പ്രിയ പ്രശാന്ത്, ഉണ്ണികൃഷ്ണൻ, K പുഷ്പലത, ജലജ ശശികുമാർ, P പ്രസന്ന, AK മുഹമ്മദ് അലി, KA മുജിബുദ്ദീൻ, ഹസീന, PP വിജയൻ, V ജഗദീഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വരൾച്ച സംബന്ധിച്ച ആശങ്ക നിലനിൽക്കെ ശുദ്ധജലം പാഴാകുന്നത് തടയാൻ നടപടിയെടുക്കാതെ വാട്ടർ അതോറിറ്റി. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് പ്രധാന പൈപ്പ് ലൈനിലെ വാൾവ് തകർന്ന് മാസങ്ങളോളമായി കുടിവെള്ളം പാഴാവുകയാണ്. ഏതാനും മാസങ്ങളായി കുടിവെള്ളം വ്യാപകമായി പാഴാവുകയാണിവിടെ. പ്രധാന പൈപ്പ് ലൈനിലെ വാൾവ് പൊട്ടിയാണ് കുടിവെള്ളം ചോർന്ന് കാനയിലൂടെ ഒഴുകുന്നത്. നിത്യേന ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴാകുന്നത്. ഫെബ്രുവരി മാസം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് ചൂട് രൂക്ഷമായി കഴിഞ്ഞു. പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. മെയ് മാസം അവസാനം വരെ വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന ആശങ്കകൾ നിലനിൽക്കെയാണ് ഇത്തരത്തിൽ വെള്ളം പാഴാകുന്നത് തടയാൻ ഒരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത്.
നിരവധി തവണ പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് വാർഡ് കൗൺസിലർ പ്രവീൺ കുറ്റപ്പെടുത്തി. പലതവണ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരൊക്കെ കണ്ടിട്ടുണ്ടാവും അവിടുത്തെ, പക്ഷേ യാതൊരു നടപടിയും ഇതുവരെ അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇനി വരാൻ പോകുന്നത് രൂക്ഷമായ ചിലപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോകണം. ഒരു തുള്ളി പോലും സൂക്ഷിക്കുക എന്ന് പറയുന്ന അധികൃതർ ലിറ്റർ കണക്കിന് വെള്ളമാണ് ഇവിടെ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വന്ന സമയത്ത് ഇതിലേ പോകുന്ന വഴി പോകുന്ന ഒരാൾ ഇവിടെ കയ്യും കാലും കഴുകുന്ന അവസ്ഥയാണ് നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്ന വാട്ടർ അതോറിറ്റി അധികൃതരെ ശക്തമായ നടപടികൾ, സമരപരിപാടികൾ ജനപ്രതിനിധിയായി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുവെന്ന് ഞാൻ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി ഗ്രാമപഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ല. ഇതുമൂലം പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലാണെന്ന പരാതികൾ വ്യാപകമാണ്. സെക്രട്ടറി അവധിയിലായിട്ട് 5 മാസം പിന്നിടുകയാണ്. അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ അഭാവം പറളി പഞ്ചായത്തിലെ പല വികസന പദ്ധതികളും അവതാളത്തിലാക്കി. പ്രധാനമായും പട്ടികജാതി വിഭാഗത്തിന് വിതരണം ചെയ്യേണ്ട നിരവധി പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത്. പട്ടികജാതി വിഭാഗക്കാർക്കുള്ള കട്ടിൽ വിതരണം, വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം, ഈ വിഭാഗക്കാർക്കുള്ള വിവാഹ ധനസഹായം ഉൾപ്പെടെ ഒന്നും പറളിയിൽ വിതരണം ചെയ്തിട്ടില്ല. ഇതിനു പുറമെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി, കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള ധനസഹായം എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. ഇത്തരം പദ്ധതികൾക്കെല്ലാം അനുമതിയും അംഗീകാരവും നൽകേണ്ടത് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. പറളിയിലെ അസിസ്റ്റന്റ് സെക്രട്ടറി 5 മാസമായി അവധിയിലാണ്. ആദ്യം 14 ദിവസത്തേക്കാണ് ലീവിന് അപേക്ഷ നൽകിയത്. പിന്നീട് 14 ദിവസം തികയുമ്പോഴൊക്കെ അവധി വർദ്ധിപ്പിക്കാൻ അപേക്ഷ നൽകാറാണ് പതിവെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. സാധാരണ അസിസ്റ്റന്റ് സെക്രട്ടറി അവധിയെടുത്താൽ പകരം JS-നാണ് ചാർജ് നൽകാറുള്ളത്. എന്നാൽ പറളിയിൽ ഇതും സംഭവിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് സെക്രട്ടറിയുടെ ചാർജ് JS നൽകിയതെന്നും 2025 മാർച്ച് മാസത്തിൽ സാമ്പത്തിക വർഷം അവസാനിരിക്കെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എത്ര പദ്ധതികൾ നടപ്പാക്കാനാകുമെന്ന് പറയാനാവില്ലെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേന്ദ്ര ബജറ്റിനെതിരെ ഷൊർണൂരിൽ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധം. ബജറ്റ് വയോജന വിരുദ്ധവും ജനദ്രോഹകരവും കേരള വിരുദ്ധവും എന്നാരോപിച്ച് SCFWA ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി അംഗം ND ദിൻഷാദ് ഉദ്ഘാടനം ചെയ്തു. 2025-26 വർഷത്തെ ബഡ്ജറ്റ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്, ജനവിരുദ്ധ ബഡ്ജറ്റാണ്, വിദ്യാർത്ഥി വിരുദ്ധ ബഡ്ജറ്റാണ്, യുവജന വിരുദ്ധ ബഡ്ജറ്റാണ്, വയോജന വിരുദ്ധ ബഡ്ജറ്റാണ് കേന്ദ്രത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്. നിലവിൽ ഈ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിനകത്തില്ല. മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KR മോഹൻദാസ് നന്ദിയും പറഞ്ഞു. ട്രഷറർ N ലോഹിതാക്ഷൻ, വൈസ് പ്രസിഡന്റ് N മുണ്ടൻ, NN സതീന്ദ്രൻ, KT രാമചന്ദ്രൻ, ഗംഗാധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേന്ദ്ര ബജറ്റിൽ സാധാരണക്കാരായ മുതിർന്ന പൗരന്മാർക്ക് 2006 മുതൽ നൽകിവരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുള്ള കേന്ദ്രവിഹിതം കേവലം 200 രൂപയിൽ നിന്ന് 1 രൂപ പോലും ഉയർത്താതെ അവഗണിച്ചതായി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. മുതിർന്ന പൗരന്മാരുടെ വെട്ടിക്കുറച്ച റെയിൽവേ യാത്രായിളവ് പുനഃസ്ഥാപിച്ചില്ല. സാമ്പത്തിക ഉപരോധത്തിലൂടെ കേരളത്തെ തകർക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നും സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജനറൽ വിഭാഗക്കാർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. P വിജയലക്ഷ്മി ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് വേണം പദ്ധതിയുടെ നടത്തിപ്പ് എന്നുള്ള കർശന നിർദ്ദേശമാണ്. ഒരു പുറത്ത് വയോജനങ്ങൾക്ക് വേണ്ടി ആ പദ്ധതിയിൽ ഇത്ര രൂപ മാറ്റിവെച്ചോളണം എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട്.
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. 6,70,000 രൂപ ചെലവിലാണ് 162 ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ നൽകിയത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ബിന്ദു, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി, കമലാക്ഷി, വിനീത, വിജിത, ധന്യ, ലത, സനീഷ്, ഗ്രീഷ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പി കെ സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കുമാരനാശാൻ സ്മൃതി സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം NSS കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും വായിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഓരോ കൃതിക്കും കാലത്തിനനുസരിച്ചുള്ള വികാസമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പഴയതാണ് എന്നുള്ളത് കൊണ്ട് ഒരു കൃതിയും ശ്രേഷ്ഠമായിക്കൊള്ളണം എന്നില്ല. കുമാരനാശാൻ സ്മൃതിയിൽ NSS കോളേജ് പ്രിൻസിപ്പാൾ രാജേഷ് R അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ, ജോയിന്റ് സെക്രട്ടറി K അജിത് കുമാർ, NSS കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ KB സുമിത, ഡോക്ടർ C രാജേശ്വരി, ഡോക്ടർ EM സുരജ എന്നിവർ പ്രസംഗിച്ചു. KU ഉണ്ണിമായ നന്ദി പറഞ്ഞു. വിദ്യാർത്ഥികളായ വരദ, വൈഷ്ണവ്, മിനിത, നന്ദന എന്നിവർ ആശാൻ കവിതകൾ ആലപിച്ചു. ശ്രീമാന ഭിക്ഷു വങ്ങു ചെന്നർപ്പിച്ചാൻ ദാഹിക്കുന്നു ബഹിനി കൃപാരസ മോഹനം കുളിർ കണ്ണീരിധാശു നീ ഓമലേ തരുതെല്ലെന്നതു കേട്ടുരാ മനോഹരി അമ്പരം നോദിനാൽ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. നെന്മാറ ഇരട്ടക്കൊലപാതകം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ചെന്താമരയെ പോലീസ് പോത്തുണ്ടി ബോയൻ കോളനിയിൽ എത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പ് വൻ പോലീസ് സന്നാഹത്തോടെ. അർഹരായവർക്കെല്ലാം ഭക്ഷ്യധാന്യം ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി GR അനിൽ. കൃത്യമായ അളവിലും തൂക്കത്തിലും റേഷൻ വിതരണം ചെയ്യുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. പറമ്പിക്കുളം ഗോത്രവർഗ മേഖലയിൽ ഇനി സഞ്ചരിക്കുന്ന റേഷൻ കടയെത്തും. തൃശൂരിലെ കോൺഗ്രസ് തോൽവിയുമായി ബന്ധപ്പെട്ട KPCC റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ അനാവശ്യ വിവാദമുണ്ടാക്കുന്നു. KPCC റിപ്പോർട്ട് എന്തെന്നറിയാൻ ജനങ്ങൾക്ക് താൽപര്യമുണ്ടെന്നും സുനിൽകുമാർ. കുറ്റാന്വേഷണ മികവുമായി ഷൊർണൂർ റെയിൽവേ പോലീസ്. ട്രെയിനിൽ വെച്ച് തമിഴ്നാട് സ്വദേശിയുടെ മൊബൈൽ ഫോൺ കവർന്ന ഒഡീഷ സ്വദേശി മണിക്കൂറുകൾക്കകം പിടിയിൽ. കഴിഞ്ഞ 3 വർഷത്തിനിടെ 95% കേസുകളിൽ തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞത് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ നേട്ടം. ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണം അവസാന ഘട്ടത്തിലേക്ക്. സ്റ്റാൻഡിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണവും പുരോഗമിക്കുന്നു. ഓങ്ങല്ലൂർ മഞ്ഞളങ്ങൽ കീഴായൂർ ലവ്ലി കോർണർ പാതയ്ക്ക് ശാപമോക്ഷം. 1.5 കോടിയുടെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് BC ടാറിംഗ് തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.